ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗുലാബ് ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. കാക്കോ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ് കുട്ടികളൊക്കെ ഇപ്പോൾ വെക്കേഷൻ്റെ ടൈമിലാണല്ലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഗുലാബ് ജാം എന്ന് പറയും. അത് എത്രയും പെട്ടെന്ന് വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ കാണിച്ച് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അതിലേക്ക് ആവശ്യമായ ഐറ്റംസ് ആണ് ഈ ഇരിക്കുന്നത്. കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ലേശം പാൽപ്പൊടി എടുത്തിട്ടുണ്ട്, പഞ്ചസാര, പാല്, കുറച്ച് ഏലക്കായ്, കുറച്ച് നെയ്യ്. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായത്. അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് ഒന്ന് അതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഈ കാപ്പി ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് സൈസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ നമ്മൾ ഇതുപോലെ സൈസാക്കി കട്ടെടുത്ത ബ്രെഡ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് ചെറുതായിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറിൽ ഇതുപോലെയാണ് അടിച്ചെടുക്കേണ്ടത്. പുട്ടുംപൊടിൻ്റെ അതേ പരുവത്തിലാണ് ആവേണ്ടത്. അതിലേറെ നൈസായിട്ട് പൊടിച്ചെടുക്കണ്ട. ഈ പുട്ടുംപൊടിൻ്റെ ഒരു പരുവത്തിലാക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇതുപോലെ ആവണം. ഇതുപോലെ നമ്മൾ ബ്രെഡ് കട്ട് ചെയ്ത് കണ്ട് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുള്ളതിലേക്ക് ഈ എടുത്ത് വെച്ച പാൽപ്പൊടി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിന് മുകളിൽ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതെന്ത് ചെയ്യുക, നമ്മൾ പുട്ടിന് മാവ് കുഴക്കുന്നത് പോലെ നന്നാക്കി ഒന്ന് കുഴച്ചെടുക്കണം. ഇങ്ങനെ കുഴച്ച് കൊടുക്കണം, മിക്സ് ചെയ്ത് കൊടുക്കണം. മൊത്തത്തിലൊന്നാവുന്നത് വരെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പാൽപ്പൊടി കുറവുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ കയ്യിലിങ്ങനെ ഒട്ടുന്നൊരു ഇതിലേക്ക് ഇങ്ങനെ വരും. അങ്ങനെ ആവുന്ന സമയത്ത് ആണ് നമ്മൾ ഒരു ലേശം പാൽ ഇതിലേക്ക് വളരെ കുറഞ്ഞ രീതിയിൽ ചേർത്ത് കൊടുക്കാവൂ. ഇതുപോലെ ആക്കിയെടുക്കണം. ഇതുപോലെ കുഴച്ച് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ പാല് ഒരു ലേശം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ നെയ്യും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യണേ. നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ നന്നാക്കി കുഴച്ചെടുക്കണം. നെയ്യും നമ്മൾ പാലും ഈ ബ്രെഡും നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടാണ് നമ്മൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേ പരുവത്തിലാണ് നമ്മളത് എന്ത് ചെയ്യേണ്ടത്, കുഴച്ചെടുക്കേണ്ടത്. ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ അമർന്നു പോകുന്ന രീതിയിൽ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യുക, ഒന്ന് കുഴച്ചെടുക്കണമെങ്കിൽ ഒന്നിങ്ങനെ റൗണ്ട് ആക്കിയിട്ടെടുക്കാം. ഇതുപോലെ ആക്കാം. ഇതുപോലെ ആക്കിയതിൻ്റെ ശേഷം നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ ചപ്പാത്തിക്കൊക്കെ ബോൾ പിടിക്കണ പോലെ എന്ത് ചെയ്യാം, അതൊരു ചെറുതാക്കി ബോൾ പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ചെറുതാക്കിയിട്ടെടുക്കുക. ചെറുതാക്കി എടുത്തിട്ട് കയ്യിലെടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടുകയാണ് ചെയ്യണേ. ഇങ്ങനെ ഉരുട്ടിയിട്ട് നല്ലൊരു മിനുസം പരുവത്തിലാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ഇത് ഉരുട്ടിയെടുക്കേണ്ടത്. ഇതുപോലെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ടാണ്
നമ്മൾ ഈ ബോൾ എടുക്കണേ. ഇതുപോലെ ഒരു കുറച്ച് വലുപ്പത്തിൽ ബോൾ എടുക്കുക. ആദ്യം ഇങ്ങനെ കയ്യിലിട്ടിട്ട് പിന്നെ അപ്പം നമ്മൾ ഈ പഞ്ചസാര ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊളിച്ച് ഏലക്കായ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. കുറച്ച് ഏലക്കായ അതിലേക്ക് ഇട്ട് കൊടുക്കണം, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പഞ്ചസാര ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം, നല്ലതാണ്. ഒന്നിങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കണതിനാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ പഞ്ചസാര നന്നായി ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാൻ പാടില്ല. പിന്നെ ഓവർ ലൂസാക്കി എടുക്കാനും പാടില്ല, എന്നാൽ ഓവർ ടൈറ്റാക്കി എടുക്കാനും പാടില്ല. ഇതേ പരുവത്തിൽ ഇങ്ങനെ ആയി കിട്ടണം. ഓവർ ആവരുത്, ഓവർ കുറുകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, എല്ലാം ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇളക്കി എടുക്കണം, ഒരുപോലെ ചുവന്ന് വരുന്നത് വരെ നമ്മൾ ഇതെല്ലാം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇട്ട ഉടനെ തന്നെ ഇളക്കരുത്, ഒരു ലേശം ടൈം എടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലാണ് നമ്മളിത് തയ്യാറാക്കേണ്ടത്. നമ്മൾ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് എണ്ണയിൽ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ പൊട്ടാതെ കിട്ടണം. അപ്പോൾ നമ്മൾ ഗുലാബ് ജാമുൻ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരെണ്ണം സാമ്പിൾ എടുക്കുകയാണ്. ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇത് ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ട് നമ്മൾ സാമ്പിൾ കഴിച്ചിട്ട് അതിൻ്റെ വിവരം അറിയിക്കുക. അടിപൊളി അടിപൊളി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.